Stories of Marketing in Touch with Positive People. എല്ലാവർക്കും സ്വാഗതം. പവർ ഓഫ് റീറ്റെയിലർ 40-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകതയിലേക്ക് കിടക്കുകയാണ്. പ്രീമിയം കൗണ്ടറുകളെ കുറിച്ചിട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ പ്രീമിയം റീറ്റെയിൽ ഷോപ്പിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ബി ക്ലാസ് ഷോപ്പുകൾ, സി ക്ലാസ് ഷോപ്പുകൾ, പിന്നെ താഴേക്കുള്ള ഷോപ്പുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ പ്രശ്നം എന്തുകൊണ്ട് പ്രീമിയം ഷോപ്പുകൾക്ക് എ ക്ലാസ് കൗണ്ടറുകൾ നേരിടുന്നില്ല? അത് ഒരു പരിധിവരെ ഓണർ ഡയറക്റ്റ് ആയിരിക്കില്ല ഓരോ ഡിവിഷന്റെ ഹെഡുകൾ കൈകാര്യം ചെയ്യുന്നത്. അതോറിറ്റി ഡെലിഗേഷൻ ചെയ്തുകൊണ്ട് ആ അതോറിറ്റിയിലെ ഹെഡായിട്ടിരിക്കുന്നവരായിരിക്കാം പേയ്മെന്റ് ടൈംസ്, ഔട്ട്സ്റ്റാൻഡിങ് ടൈംസ്, അതുപോലെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, ഗ്യാരണ്ടി കൊടുക്കുന്നത്, എൻ്റയർലി എല്ലാ കാര്യങ്ങളിലും ഓണർ മുഖാന്തരമായിരിക്കില്ല ഒരു ഡീലിംഗ് അവിടെ നടക്കുന്നത്. ഓണർ എ ക്ലാസ് ഷോപ്പിൽ, പ്രീമിയം ഷോപ്പിൽ ഒരു ക്യാബിൻ, AC ക്യാബിനിൽ ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായവരാണെങ്കിൽ അവർ പുറത്തിറങ്ങി എല്ലാ കൗണ്ടറുകളും എൻ്റയർലി ഒന്നും വീക്ഷിക്കുന്നവരായിരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ബി ക്ലാസ് കൗണ്ടറിലും സി ക്ലാസ് കൗണ്ടറിലും അതിന് താഴെയുള്ള കൗണ്ടറുകൾ ബിസിനസ് നടക്കുന്നത് ഒരു പരിധിവരെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് ഓണർ നേരിട്ടായിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓണർ കൂടാതെ 1, 2, 3 സ്റ്റാഫുകളായിരിക്കാം അവിടെ ആകെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ബി ക്ലാസ് ഷോപ്പുകളും സി ക്ലാസ് ഷോപ്പുകളും റീറ്റെയിൽ ഷോപ്പുകളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഓണർക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഷോപ്പിൽ നിന്നും മുങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫുകളെ ഏൽപ്പിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്? നമ്മൾ എത്ര അടുത്ത വ്യക്തിയാണെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നും പ്രോഡക്റ്റ് എടുക്കാൻ നമ്മൾ കൂടെ നിൽക്കരുത്. അത് അളിയനായാലും അനിയനായാലും മറ്റ് അടുത്ത റിലേഷൻ പെട്ട ആരായാലും, സ്വന്തം സഹോദരി ആയാലും അമ്മാവിൻ്റെ മകനായാലും, ആ രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്നതിന് വേണ്ടി ഒരു റീറ്റെയിലറെ ചുറ്റിക്കാൻ നിങ്ങളാരും അങ്ങോട്ട് ചെല്ലരുത്. ഈ അനുഭവം പറയുന്നത്, ഇന്ന് വരെ ആ 1.25 ലക്ഷം രൂപ കിട്ടാതെ കിടക്കുന്നു, അയാൾ പേയ്മെന്റ് തന്നിട്ടില്ല, അയാൾക്ക് കൊടുക്കാൻ, അയാൾക്ക് പറയാൻ വളരെ നല്ല റീസൺസ് ഉണ്ട്. ആ പൈസ ഇപ്പോൾ ഇല്ലാത്തതിന്റെ നല്ല റീസൺസ് പറയാനുണ്ട്. അത് വാലിഡായ റീസൺ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പൈസ അവിടെ പെൻഡിങ് വന്നു, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കാനുണ്ട്, റീറ്റെയിലേഴ്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താണ്? ഒരു സി ക്ലാസ് ഷോപ്പിലും ഒരു ബി ക്ലാസ് ഷോപ്പ്, പിന്നെ താഴേക്കുള്ള ഷോപ്പുകളിൽ ബിസിനസ് നടക്കുന്നത് ഒരു പരിധിവരെ റിലേഷൻ ബേസ്ഡ് ആയിരിക്കും, വ്യക്തിബന്ധങ്ങൾ കൊണ്ടായിരിക്കാം. സ്വന്തം അയൽക്കാരനായാലും വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ പറയാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം. ഇങ്ങനെ നമുക്ക് ബിസിനസ് മുന്നോട്ട് എനിക്ക് ഇത്രയും ദിവസം ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കില്ല, എനിക്ക് ഇത്രയും ഇൻവോയ്സുകൾ എൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്, ഇതിൻ്റെ പേയ്മെൻറ്റ് 15 ദിവസത്തിനുള്ളിൽ എനിക്ക് പൈസ കൊടുക്കണം, ഇത് 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം, നിങ്ങളിങ്ങനെ തന്നില്ലെങ്കിൽ എനിക്ക് ഇത് കൊടുക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പ്രോഡക്റ്റൊക്കെ റെഡി ക്യാഷ് ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്നതാണ്, ആ റെഡി ക്യാഷിൻ്റെ പേയ്മെൻറ്റുകൾ അടുത്ത പർച്ചേസ് എനിക്ക് നടത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പൈസ ഇപ്പോൾ തന്നാൽ മാത്രമേ ഈ ഷോപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. ഇത് പറയാനുള്ള ആർജവത്വം നമുക്ക് വേണം. എന്നിട്ട് കച്ചവടം നടത്തിയാൽ മതി. അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഫുഡ് പ്രോഡക്റ്റ് ഒന്നും അല്ലെങ്കിൽ, ഫുഡ് പ്രോഡക്റ്റ് ആയാലും എന്ത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ ആവശ്യത്തിന് പർച്ചേസ് നടത്തി ഷോപ്പിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ബന്ധങ്ങൾ വഷളായി പോകും. വളരെ നല്ല ഒരു ഉപകാരമാണ് അയാൾ ചെയ്തത്. എന്താ അയാൾ ചെയ്തത്? അത്യാവശ്യ സമയത്ത് 2 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് കൊടുത്ത് സഹായിച്ചു വീടിന്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അയാൾ മനസ്സിലാക്കേണ്ടതാണ്, അപ്പോൾ സഹായിച്ച വ്യക്തി. അങ്ങനെ എല്ലാ വ്യക്തികളും ആ ഒരു മനോധർമ്മമോ എന്നെ സഹായിച്ചതാണ്, എന്നെ ആ ഒരു എംപതറ്റിക് ആറ്റിറ്റ്യൂഡിലേക്ക്
വാങ്ങിക്കുന്ന കസ്റ്റമർ വളരണം എന്ന് നിർബന്ധമില്ല. ഇവിടെ റിലേഷൻ, അളിയനായിട്ടുള്ള റിലേഷനും കുടുംബത്തിലെ ഭാര്യയായിട്ടുള്ള റിലേഷനും എല്ലാം ഒരു പ്രശ്നത്തിലേക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ എന്നാൽ ഞാനിത് പൈസ തരാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ അളിയൻ സ്വന്തം കയ്യിൽ നിന്നൊക്കെ കാശെടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ അങ്ങനെയൊക്കെ വന്നു എന്ന് സ്വന്തം ഞാൻ കയ്യിൽ നിന്ന് കാശെടുത്ത് ഒന്ന് സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം അത് പറഞ്ഞു, അത് വേണ്ട, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ട 2 കാര്യങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു റീറ്റെയിലർ റെഡി ക്യാഷിനാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വച്ചിരിക്കുന്നതെങ്കിൽ അയാൾ റെഡി ക്യാഷിന് തന്നെയാണ് വിൽക്കുകയുള്ളൂ. യാതൊരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. അത് മുഖം നോക്കാതെ അയാൾ പറഞ്ഞിരിക്കും. എത്ര വലിയ റിലേഷനുള്ള വ്യക്തിയാണെങ്കിൽ പോലും മുഖം നോക്കാതെ ഞാൻ റെഡി ക്യാഷിനാണ് ഈ പ്രോഡക്റ്റ് തരുള്ളൂ, കാരണം ഞാൻ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഞാൻ തരാം, പക്ഷേ എനിക്ക് റെഡി ക്യാഷിനാണ് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓണറും അവിടെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ പേയ്മെന്റ് 2 ലക്ഷം രൂപയുടെ ഓർഡർ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപയെങ്കിലും റെഡി ക്യാഷ് കയ്യിലേക്ക് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ നെഫ്റ്റ് വാങ്ങിച്ചിട്ട് മാത്രമേ ആ 1 ലക്ഷം രൂപ പകുതിയെങ്കിലും പൈസ നമുക്ക് കിട്ടിയ ശേഷമേ കൊടുക്കാവുള്ളൂ. അതുമാത്രമല്ല, കൃത്യമായ ഡേറ്റ്, ടൈം എഴുതി അയാളിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതിൻ്റെ സീരിയസ്നെസ് ആ ഓണറെ പറഞ്ഞ്, എത്ര റിലേഷൻ ഉള്ള വ്യക്തിയുടെ കൂടെ വന്ന ആളാണെങ്കിലും വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് മേടിക്കുന്ന കസ്റ്റമറുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം, ഇന്ന ഡേറ്റിൽ എനിക്ക് ഇത്രയും പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടേണ്ടതാണ്. ഇപ്പോൾ അളിയനായിട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്, ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, അങ്ങനെ എൻ്റെ ഷോപ്പും എൻ്റെ പ്രസ്താവന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തുറന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നെ നെക്സ്റ്റ് വൺ, കൃത്യമായിട്ട് ചെക്ക് എഴുതി, പോസ്റ്റ് ചെയ്ത് ചെക്ക് എഴുതി അയാളിൽ നിന്നും വാങ്ങിക്കണം. അയാളുടെ വാക്കിൽ മാത്രം വിശ്വസിച്ച്, ഞാൻ 10-ാം തീയതി തരാം എന്ന് വിശ്വസിച്ച് അത്രയും പ്രോഡക്റ്റ് കൊടുത്തു വിടാൻ പാടില്ല. നെക്സ്റ്റ് വൺ, അയാൾ ഗൾഫിലുള്ള വ്യക്തിയാണെങ്കിൽ അയാളുടെ വീട് അളിയൻ്റെ കെയർ ഓഫിലാണ് വന്നതെങ്കിൽ അയാളുടെ വീട് എവിടെ, ലൊക്കേഷൻ എവിടെ, അയാൾ താമസിക്കുന്ന സ്ഥലം, അയാളെക്കുറിച്ച് കുറച്ച് പ്രാഥമികമായ സ്റ്റഡി നിങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. അങ്ങനെ നടത്തി വെക്കാതെ ഇങ്ങനെയുള്ള ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു വിടുന്നത് ചിലപ്പോൾ നമുക്കൊരു ഹൗസ് സ്റ്റാൻഡിങ്ങിലേക്ക്, അതൊരു ബാഡ് ഡെപ്റ്റിലേക്ക് വരെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പൈസ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ആ സ്നേഹവും ആ നമ്മളോടുള്ള ഒരു കടപ്പാടൊക്കെ ഉണ്ടാവുള്ളൂ. 10 ദിവസം കഴിയുമ്പോൾ ആള് മാറും. അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ പൈസ ചോദിക്കുന്നത് അവർക്ക് വലിയൊരു പ്രയാസമായിട്ട് മാറും. പൈസ ചോദിക്കുന്ന നമ്മൾ വലിയ ശത്രുക്കളായിട്ട് മാറും. പിന്നെ ഫോൺ ചിലപ്പോൾ എടുക്കാതിരിക്കും, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പൈസ ഉള്ളപ്പോൾ അങ്ങ് തരും, എന്തിനാ വീട്ടിലേക്ക് പൈസയും ചോദിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കണം. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെ കടം കൊടുക്കരുത്, പഠിച്ചിട്ട് കൊടുക്കണം. കൃത്യമായി നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയണം. ഇതൊന്നും പറയാൻ പറ്റാത്ത ആളാണെങ്കിൽ 4 മണിക്ക് വരും, ശനിയാഴ്ച 4 മണിക്ക് വരും എന്ന് പറയുമ്പോൾ വളരെ സുന്ദരമായിട്ട് സുഖമായിട്ട് ആ ഷോപ്പിൽ നിന്നും അപ്പോൾ അങ്ങ് മുങ്ങുക. മുങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് സ്റ്റാഫിനെ പറഞ്ഞ് ഏർപ്പെടുത്തുക. ഇന്ന വ്യക്തി വരും, ഇന്ന വ്യക്തി വരുമ്പോൾ പൈസ 2 ലക്ഷത്തിൻ്റെ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ മിനിമം 1 ലക്ഷമെങ്കിലും പ്രോഡക്റ്റ് പൈസ വേണം. ബാക്കി കൃത്യമായിട്ട് കണ്ടീഷൻ പറഞ്ഞ് ആണ് കൊടുത്തു വിടാവുള്ളൂ, അല്ലാതെ പ്രോഡക്റ്റ് കൊടുക്കേണ്ട. അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിയാണ് ഈ സ്റ്റാഫിനെ കൃത്യമായിട്ട് ഏൽപ്പിക്കണം. ആ ഷോപ്പിൽ നിന്ന് മാറുക തന്നെയാണ് നല്ലത്. അങ്ങനെ മാറിയാൽ അയാൾ അപ്പോൾ തീരുമാനിക്കും, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇങ്ങനെയാണ്, സ്റ്റാഫ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവർക്കും ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ യെസ് എന്ന് പറയേണ്ടി വരും,
യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്നും പറയണം, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാൻ പഠിച്ചില്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്, അനുഭവങ്ങൾ പറയുന്നത്. ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു സൂചന നൽകിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പവർ ഓഫ് റീറ്റെയിലറിൻ്റെ 41ാമത്തെ ചാപ്റ്ററുമായി അടുത്ത സൺഡേ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.